ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. കിരണും അതുപോലെ പ്രകാശനും കൂടിയിട്ട് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അപ്പോൾ കരോൾ സംഘത്തിനോട് കാര്യം ചോദിക്കുമ്പോൾ അവരങ്ങനെ പറയുന്നുണ്ട്, ഏതോ ഒരാൾ ഞങ്ങളുടെ കരോൾ സംഘത്തിലെ കൂടെ കൂടിയിരുന്നു, പക്ഷേ ഇടയിൽ വെച്ച് അയാൾ പോവുകയും അയാൾ കുറച്ച് വീടുകൾ മാത്രമേ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ, ഇനി അയാൾ ആരാണെന്നൊന്നും ഞങ്ങൾക്കറിയില്ല, ഞങ്ങൾ മുഖമൊന്നും കണ്ടില്ല എന്ന് പറയുകയാണ്. എന്തായാലും പ്രകാശിന് നല്ല സംശയമുണ്ട് അത് ഗംഗപ്രസാദ് ആണോ എന്നുള്ള കാര്യത്തിൽ. പക്ഷെ അപ്പോഴും കിരൺ പറയുന്നത് അത് അവന്റെ കൂട്ടാളികൾ ആരോ ആണ്, അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചെയ്തു പോയത്. ഇപ്പോഴും ലക്ഷ്മി അമ്മയ്ക്കും കാർത്തികയ്ക്കും ഇപ്പോഴും ശത്രുക്കളുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ പറയാണ്. അങ്ങനെ അതിനുശേഷം വീണ്ടും ഈ പറയുന്ന കിരണും അതുപോലെ പ്രകാശനും കൂടിയിട്ട് വീട്ടിലോട്ട് വരികയാണ്. അതായത് കല്യാണിയെ കാർത്തികയുടെയും ലക്ഷ്മി അമ്മയുടെയും അരികിൽ ആക്കിയിട്ടാണല്ലോ അവരവിടെ നിന്നും പോയത്. അപ്പോൾ ആ വീട്ടിലോട്ട് തിരികെ വരികയാണ്. അപ്പോൾ കല്യാണി എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പറയുകയാണ്, അതായത് ആ കരോൾ സംഘത്തിലെ ആളൊന്നുമല്ല, അവർക്ക് ഈ ആളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അവർക്ക് അറിയില്ല. ഇടയിൽ ഇതുപോലെ വന്ന് അവരെ സഹായിക്കാമെന്ന രൂപേണ അവരുടെ കരോൾ സംഘത്തിൽ കൂടിയിട്ട് അവരെ പറ്റിച്ച് അയാൾ കടന്നു കളയുകയാണ് ചെയ്തത്. അവനെ ആരാണെന്ന് ആർക്കും അറിയില്ല എന്ന് പറയുന്നുണ്ട്. അതെന്തായാലും ഗംഗയുടെ ആള് തന്നെയായിരിക്കുമെന്ന് കിരൺ പറയുമ്പോൾ പ്രകാശൻ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പം എന്താ അച്ഛൻ ആലോചിക്കുന്നത്? അപ്പോൾ കിരണേ, നീ ഗംഗയെ കൊന്നു എന്ന് പല പ്രാവശ്യം പറയുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഇത്ര ധൈര്യത്തിൽ ഈ വീട്ടിൻ്റെ അകത്തേക്ക് വന്ന് ഈ കത്തി കൊണ്ട് ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കണമെങ്കിൽ അത് അവനാവാനല്ലേ സാധ്യത? ഇതുപോലെ തന്നെയല്ലേ ദീപയെ കൊല്ലാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നതും? ഇതുപോലെ തന്നെയല്ലേ ലക്ഷ്മി അമ്മയെ അരികിലേക്ക് ഇതുപോലെ കത്തിയും പാഞ്ഞ് അടുത്തിട്ട് നേരെ ലക്ഷ്മിക്ക് കിട്ടേണ്ട കുത്തല്ലേ ദീപ കണ്ടിട്ട് ദീപയ്ക്ക് കിട്ടിയത്? അപ്പോൾ അങ്ങനെ വരണമെങ്കിൽ അതേ ഒരു ഇത് തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അപ്പോൾ അത്രയ്ക്ക് ധൈര്യമുണ്ടെങ്കിൽ അത് ഗംഗ തന്നെയാവാനാണ് സാധ്യത എന്നൊക്കെ പ്രകാശം പറയുമ്പോൾ കിരൺ പറയുന്നുണ്ട്, അച്ഛനെ അങ്ങനൊന്നും പറയണ്ട, അവൻ എന്തായാലും മരിച്ചിട്ടുണ്ടാവും, അത് ഉറപ്പാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കല്യാണിയും പറയുകയാണ്, അച്ഛൻ പറയുന്നത് പൂർണ്ണമായും തള്ളിക്കളയണ്ട. അതുപോലെ തന്നെ ഞാനും ഇടയ്ക്കിടയ്ക്ക് ലക്ഷ്മി അമ്മയും കാർത്തിയൊക്കെ സ്വപ്നം കാണാറുണ്ടല്ലോ, അവൻ ജീവിച്ചിരിപ്പുണ്ട് എന്ന കാര്യത്തിൽ ഞങ്ങൾക്കൊക്കെ സംശയമുണ്ട് കിരണേട്ട എന്ന് പറയുകയാണ്. അപ്പോൾ എന്തായാലും ഞാൻ അവനെ തല്ലിച്ചതച്ച സ്ഥലത്തേക്ക് ഞാൻ എന്തായാലും പോകാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. പിന്നെ തന്നെയല്ല, നിങ്ങൾക്കൊക്കെ ആ തേൻ ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ ആ തേൻ മേടിക്കാനായിട്ട് വേലുവിൻ്റെ അരികിലേക്ക് പോകാം നമുക്ക് എന്ന് പറയുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് കല്യാണി പറയുകയാണ്. അങ്ങനെ കല്യാണിയും അതുപോലെ തന്നെ കിരണും കൂടിയിട്ട് ആ ഒരു കാട്ടിലോട്ട് പോകാൻ വേണ്ടി തീരുമാനമെടുക്കുകയും ചെയ്യുകയാണ്. ഇതേ സമയത്താണെങ്കിൽ നമ്മുടെ വേലുവിനെ ഒരു നിമിഷം പോലും വേലുവിനല്ല, വിനായകനെ ഒരു നിമിഷം പോലും കാണാൻ സാധിക്കാതെ അമലു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അമലുവിനാണെങ്കിൽ ഒരു രാത്രി പോലും അവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റുന്നില്ല. അത്രയും നേരം പോലും കാണാതിരിക്കാൻ അവൾക്ക് സാധിക്കാത്തൊരവസ്ഥയിലൂടെയാണ് അവൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും നമ്മുടെ വേലു ആണെങ്കിൽ അവന് പല തവണ താക്കീത് കൊടുത്തിട്ടുണ്ട്. വേലു പറയുകയാണ്, ഗംഗയോട് പറയുന്നുണ്ട്, എടാ നിന്നെ രക്ഷപ്പെടുത്തിയത് ഞാൻ തന്നെയാണ്, പക്ഷെ ഇപ്പൊ തോന്നുന്നുണ്ട് എനിക്ക് നിന്നെ രക്ഷപ്പെടുത്തേണ്ടായിരുന്നു എന്ന്. നിന്നെ ഏതെങ്കിലും വന്യമൃഗ ജീവികൾ അവർ തിന്ന് ഒടുങ്ങട്ടെ എന്ന് ഇപ്പൊ എനിക്ക് തോന്നുകയാണ്. കാരണം നീ എൻ്റെ പെണ്ണിനെ വളച്ചെടുക്കാൻ നോക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. നീ ഒരു ചതിയനും ദുഷ്ടനുമാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഈ കാട്ടിലുള്ളവരെല്ലാം പാവങ്ങളാണ്. ഈ കാട്ടിലുള്ളവരെ നീ ചതിച്ച് ഇവിടെ നിന്ന് മുങ്ങാനാണ് നീ ശ്രമിക്കുന്നതെങ്കിൽ, അങ്ങനെ ഒരു ഭാവം നിന്റെ മനസ്സിലുണ്ടെങ്കിൽ ഈ കാട്ടിലുള്ളവർ ചതിച്ചു പോവാൻ നിനക്ക് ഒരിക്കലും സാധിക്കില്ല. അതേ ചതിക്കുഴി ഞങ്ങൾക്ക് ഉണ്ടാക്കാനും നിന്നെ അതിലിടാനും അതുപോലെ തന്നെ വന്യമൃഗങ്ങളെ കൊണ്ട് നിന്നെ തീറ്റിക്കാനും ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് നീ അധികം ഞങ്ങളുമായിട്ട് കളിക്കാൻ നിൽക്കണ്ട, നിന്റെ അതിബുദ്ധി ഒന്നും ഇവിടെ എടുക്കണ്ട എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറഞ്ഞ് അവനിങ്ങനെ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഗംഗ മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവൻ എനിക്കൊരു ഭീഷണിയാണ്, ഇവനെ ഈ കാട്ടിൽ എനിക്ക് നിൽക്കാൻ ഇവനൊരു തടസ്സമാണ്, അതുകൊണ്ട് ഇവൻ എന്തെങ്കിലും ആരും അറിയാതെ ചെയ്താലോ എന്നുള്ള ആലോചനയും ഗംഗയുടെ മനസ്സിൽ അങ്ങനെയുണ്ട്. എന്തായാലും ഈ കാട്ടിൽ വെച്ചിട്ട് അവൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇവനെ ആരും സംശയിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഏതെങ്കിലും മൃഗങ്ങൾ എന്തെങ്കിലും ചെയ്തതാണെന്ന് കരുതിക്കോളും. അങ്ങനെയുള്ളൊരു ധൈര്യത്തിലൊക്കെയാണ് നമ്മുടെ ഗംഗ ഇരിക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ കല്യാണിയും അതുപോലെ കിരണും കൂടിയിട്ട് വരികയാണ് കാട്ടിലോട്ട്. അപ്പോൾ നമ്മുടെ വേലുവിനെ വിളിച്ചിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ വേലു പറയുന്നുണ്ട്, വന്നോ എന്ന് പറയാണ്, തേൻ കിട്ടിയിട്ടുണ്ട്, എടുത്ത് വെച്ചിട്ടുണ്ട് എന്ന് പറയാണ്. അങ്ങനെ അവർ വരുന്നുണ്ട്. അതേ സമയത്ത് കല്യാണിക്ക് കിരൺ ആ ഒരു സ്പോട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ്. കല്യാണി ഇവിടെ വെച്ചിട്ടാണ് ആ ഗംഗപ്രസാദിനെ ഞാൻ തല്ലിച്ചതച്ചതും ഇവിടേക്കാണ് ഞാൻ അവനെ വലിച്ചെറിഞ്ഞത്, ഈ ഭാഗത്തേക്ക് ആവാനാണ് എന്തായാലും സാധ്യത എന്ന് പറയുകയാണ്. അപ്പോൾ കല്യാണി ചോദിക്കുന്നുണ്ട്, ഇവിടെ വെച്ചിട്ട്
ആരെങ്കിലും ബോഡി എങ്ങാനും നിങ്ങൾ കണ്ടെത്തിയായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇല്ല എന്ന് നമ്മുടെ വേലു പറയുന്നുണ്ട്. അതെ, ഞങ്ങളുടെയൊക്കെ ജീവിതം തകർത്ത ഒരുത്തനാണ് അയാളെ ഈ കാട്ടിലോട്ട് ഓടിച്ചു വിട്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ചോദിക്കാൻ കാരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ല, ഞാൻ അങ്ങനെ ഒരാളെ കണ്ടിട്ടില്ല എന്ന് വേലായുധൻ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം നേരെ മൂപ്പൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ അവിടെ ഇവരിങ്ങനെ വരുന്നത് ഗംഗ കാണുന്നുണ്ട്. ഈ കല്യാണിയും കിരണും വേലുവും കൂടി കാട്ടിലൂടെ ഇങ്ങനെ നടന്നു വരുന്ന കാഴ്ച വേലു കാണുകയാണ്. വേലു അമലുവിൻ്റെ തോളിൽ കൈയിട്ടിട്ട് അവർ തമ്മിൽ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ഒരു സമയത്തൊക്കെയാണ് ഇപ്പോൾ ഇവരെ കാണുന്നത്. പെട്ടെന്ന് ഗംഗ ഒന്ന് പേടിക്കുകയും വേറൊരു സ്ഥലത്തേക്ക് മറഞ്ഞു നിൽക്കുകയും ചെയ്യുകയാണ്. പുറകിലായിട്ട് അമലുവും വന്ന് നിൽക്കുകയാണ്. ആരാ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെൻ്റെ ശത്രുക്കളാണ് എന്ന് പറയുകയാണ്. എന്തായാലും അമലു ഗംഗ പറയുന്ന, അതായത് വിനായകൻ പറയുന്ന ഏത് വാക്കും വിശ്വസിക്കാൻ തയ്യാറായി നിൽക്കുന്ന ശരിക്കും ഒരു വിഡ്ഢിയായ ഒരു പെണ്ണാണ് അമലു. അങ്ങനെ അവനെ ഒളിപ്പിക്കുന്നതും അമലു തന്നെയാണ്. അതുപോലെ തന്നെ അമലുവിൻ്റെ വീട്ടിലേക്ക് മൂപ്പൻ്റെ ഭാര്യയെയും കാണാൻ വേണ്ടിയിട്ട് കല്യാണിയും കിരണും കൂടി വരുന്നുണ്ട്. അപ്പോൾ വലിയൊരു ഉദ്യോഗസ്ഥനെ പോലെ അവരങ്ങനെ സാറേ ഇരിക്കും സാറേ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ ബെഞ്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവർ രണ്ടുപേരും അവിടെ ഇരിക്കുകയാണ്. അതിനുശേഷം തേനിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്. നിങ്ങളുടെ തേൻ നല്ല അടിപൊളിയാണ്, നല്ല തേനാണ്, എല്ലാവർക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. പക്ഷേ ഇതുപോലത്തെ നല്ല തേനൊന്നും ഞങ്ങളുടെ നാട്ടിൽ കിട്ടില്ല എന്നുള്ള കാര്യമൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറഞ്ഞ ഇതിനേക്കാളും കൂടുതൽ പൈസയൊക്കെ അവരിങ്ങനെ കൊടുക്കുകയും ചെയ്യുകയാണ്. അതിനുശേഷം ഈ പറയുന്ന വേലായുധൻ്റെ ഫോട്ടോ, ഈ പറയുന്ന വിനായകൻ്റെ ഫോട്ടോ, അതായത് ഗംഗയുടെ ഫോട്ടോ അവരെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒരാളെ നിങ്ങൾ ആരും ഈ കാട്ടിൽ കണ്ടിട്ടില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം ഇല്ല എന്ന് തന്നെയാണ് അവരെല്ലാവരും ഒരേ സ്ഥലത്തിൽ പറയുന്നത്. കാരണം വിനായകനെ പൂർണ്ണമായും വിശ്വാസത്തിലെടുത്തിരിക്കുകയാണ് എല്ലാവരും. അങ്ങനെ അവർ എന്നാൽ ശരി ഞങ്ങളെന്നാൽ പിന്നെ വരാം എന്നും പറഞ്ഞിട്ട് ഞങ്ങൾ ഇതുപോലെ ആവശ്യമുണ്ടെങ്കിൽ വേലുവിനെ വിളിച്ചോളാം എന്നും പറഞ്ഞ് കല്യാണിയും കിരണും അവിടെ നിന്ന് ഇറങ്ങുകയാണ്. എന്തായാലും പോകുന്നതിന് മുമ്പ് തന്നെ വേലായുധനോട് എല്ലാ കാര്യങ്ങളും ഗംഗ എന്തൊക്കെ ക്രൂരതകളാണ് അവരോട് ചെയ്തിട്ടുള്ളതെന്നും അതുപോലെ തന്നെ അവൻ എങ്ങനെയുള്ള ഒരാളായിരുന്നു എന്നും എന്തെങ്കിലും വിവരം കിട്ടിയാൽ അറിയിക്കണമെന്നും വേലായുധനെ അറിയിച്ചിട്ട് തന്നെയാണ് അവരവിടെ നിന്നും പോകുന്നത്. അങ്ങനെ അവർ പോയതിനു ശേഷം വേലായുധന് മനസ്സിൽ വല്ലാതെ കുറ്റബോധമുണ്ട്. ഇങ്ങനെ ഒരു ഗുണ്ടയെയാണല്ലോ താനിവിടെ താമസിപ്പിച്ചിട്ടുള്ളത്, അത് ഈ കാട്ടിലുള്ളവർക്ക് തന്നെ ആപത്താണെന്ന് അവൻ തിരിച്ചറിയുകയും അതുപോലെ തന്നെ മൂപ്പൻ്റെ ഭാര്യയോടും ഈ ഒരു കാര്യത്തെക്കുറിച്ച് പറഞ്ഞാലോ എന്ന് അവൻ ആലോചിക്കുകയും, പക്ഷെ താൻ പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല എന്ന് വേലുവിന് അറിയാം. അങ്ങനെ കുറേ അവനെ നിരീക്ഷിക്കുകയും അതുപോലെ തന്നെ അമലു ഗർഭിണിയാണെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അമലുവിനെ ചതിച്ച നമ്മുടെ വിനായകനെ വേലു വെറുതെ വിടുന്നില്ല, അവനെ തല്ലി ചതിക്കുകയാണ്. പക്ഷേ ആരും നമ്മുടെ വേലുവിൻ്റെ ഒപ്പം നിൽക്കുന്നില്ല. എല്ലാവരും ഗംഗയുടെ ചതി തിരിച്ചറിഞ്ഞതിന് ശേഷം മാത്രമാണ് വേലുവിനോട് എല്ലാവരും മാപ്പ് ചോദിക്കുകയും അതുപോലെ തന്നെ തക്ക ശിക്ഷ വിനായകന് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ വിനായകനെ പിടിച്ചിട്ട് കല്യാണിക്കും കിരണിനൊക്കെ ഏൽപ്പിച്ചു കൊടുക്കുക ഭാഗമൊക്കെയാണ് വരാൻ പോകുന്നത്. കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.